ഇപ്പം തങ്കക്കൊലുസുകൾ ആഗ്രഹിക്കുന്നത് സാന്ദ്ര എന്ന ആക്ട്രസിനെ കാണാനാണ്. എങ്ങനെയാണ് സാന്ദ്രയിലെ നടിയെ വിലയിരുത്തുന്നത്? നടിയെ വിലയിരുത്തുന്നത് ഞാൻ നല്ല ആക്ട്രസ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. സ്കൂൾ മുതലേ നാടകം അതിലെല്ലാം ഉണ്ടായിരുന്നു എനിക്ക്. വിക്കിപീഡിയയിൽ കാണുന്നത് 91 ബാലതാരമായിരുന്നു. അപ്പം അങ്ങനെ അത്രയും കുറേ സിനിമകളുണ്ട്. ആ സിനിമകൾ അഭിനയിച്ച ഒരാൾക്ക് എന്തെങ്കിലും അങ്ങനെ വളരെ ചെറുപ്പത്തിന് നായികയായിട്ട് വരണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ തടിച്ചതും കൂടെ ആയതുകൊണ്ട് ഒരിക്കലും നായികയൊന്നും ആവാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള. പക്ഷെ സൂത്രധാരനിലേക്ക് നായികയായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അത്ര 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലോഹി സാറിന് സിനിമ. അപ്പൊ ലോഹി സാറ് എൻ്റെ ഒരു സബ്ജക്റ്റ് കഥയാക്കാൻ എനിക്ക് ഞാൻ പണ്ട് കൈരളി തന്നെ JB ജംഗ്ഷനിൽ ബ്രിട്ടാ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് എനിക്ക് ഈ പുനർജന്മത്തിന്റെ ഒരു ചെറിയൊരു ഏനക്കേടുണ്ടായിരുന്നു. അപ്പൊ ആ കഥ കേൾക്കട്ടെ. പണ്ടിങ്ങനെ എൻ്റെ പേര് കുട്ടിയമ്മ എന്നാണ്, എൻ്റെ വീട് കുറ്റിപ്പുറത്താണെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞായിരിക്കുമ്പം പറയുമായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ ആ സ്റ്റോറി ഷെയർ ചെയ്തപ്പം അന്ന് പപ്പയ്ക്ക് ലോഹി സാറിനെ അറിയായിരുന്നു. അപ്പം അങ്ങനെ ഷെയർ ചെയ്തപ്പോൾ പുള്ളി അതൊരു സബ്ജക്റ്റ് ആക്കി ചെയ്യാനായിട്ടൊക്കെ ഇരുന്ന സമയത്താണ് പുള്ളി മരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പാണ് എന്നെ സൂത്രധാരനിൽ ഇങ്ങനെ കൺസിഡർ ചെയ്തിരുന്നത്. അന്ന് അഭിനയിച്ചിരുന്ന ഇന്ന് ഞങ്ങൾ വേറൊരു സാന്ദ്രനെ. എന്നാലും അത് രസമുണ്ട്. തങ്കക്കൊലുസുകൾക്ക് ആ ആഗ്രഹം ഉണ്ടല്ലോ അമ്മ നടിയായിട്ട് കാണണം എന്നുള്ളത്. അവർക്ക് എന്തെങ്കിലും സിനിമയോട് ഇഷ്ടം അഭിനയം ഇഷ്ടമില്ല. ഇത് വീട്ടിൽ തന്നെ അമ്മയുടെ സ്ട്രെസ് കണ്ട് മതിയായിട്ടുണ്ടാവും. അവർക്ക് ഞാൻ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ്. ഇപ്പം എൻ്റെ ഒരാള് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയൊന്ന് അഭിനയിച്ചാൽ കൊള്ളാന്നൊക്കെ. തങ്കം. ഇനി എന്താണ് സാന്ദ്രയിലെ എഴുത്തുകാരിയെ ഞങ്ങൾക്ക് കാണാൻ പറ്റുക? ഈ സിനിമയില് ഇപ്പൊ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിന്റെ തുടക്കത്തിൽ ഒരു ആനിമേഷൻ വീഡിയോ ഉണ്ട്. അതിന്റെ ഫുൾ സ്ക്രിപ്റ്റിംഗ് ഞാനായിരുന്നു. അപ്പൊ ഇപ്പോഴേ ആ എഴുത്തുകാരി അതും ഒരു 10 മിനിറ്റിൽ എഴുതിയതാണ് എന്നുള്ളതാണ്. ആ ആനിമേഷൻ വീഡിയോ ഫുള്ളായിട്ടുള്ള സാധനം. അതായത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സാധനം വേണമായിരുന്നു. അപ്പോൾ ഡയറക്ടേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. എല്ലാവരെയും കൂടെ വിളിക്കണം, എന്നിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കണം, എന്നിട്ട് ഇവർ ചിന്തിച്ചിട്ട് എഴുതാമെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ടൈം എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനൊരു സാധനം എഴുതരാം എന്ന് പറഞ്ഞിട്ട് ഒരു രാത്രി 10:30 പിള്ളേരും അശ്വനും എല്ലാം ഞങ്ങൾ കിടക്കാൻ വന്നതാ. അപ്പം ഇവരെല്ലാവരും അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എഴുതി. അവിടെയാണ് ടേബിളില്ല. അപ്പം നിലത്തിരുന്നിട്ട് ഞാൻ ഫുൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിച്ചു. ഹസ്ബൻഡിനെ ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞപ്പം നീ എഴുതുമായിരുന്നു എന്നോട്. അപ്പൊ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ വലിയ കുഴപ്പമില്ലാതൊക്കെ എഴുതും എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഡയറക്ടേഴ്സിനെ അയച്ചപ്പോൾ അവർക്ക് ഓക്കെയാണ്, പക്കയാണ്. അപ്പം ഞാൻ പിന്നെ ആക്ടേഴ്സിനും അയച്ചു കൊടുത്തു ഇത് ഓക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ഓക്കെയാണ്. പിന്നെ അപ്പൊ എഴുത്തുകാരിയാണ്, ഇനിയിപ്പോ ഇൻട്രോ പറയുമ്പോൾ കൂട്ടണം, നടിയാണ്, പ്രൊഡ്യൂസറാണ്, വേറെന്തൊക്കെയാണ്? അങ്ങനെയല്ല, ഞാൻ അങ്ങനൊന്നും ശരിക്കും അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം ഞാൻ ഇതിന് സംസാരിക്കുന്നുണ്ട്. എന്നെ ആളുകൾ കാണുമ്പോൾ വിചാരിക്കും എന്നെ നാവിൽ സരസ്വതി അത് വിചാരിക്കും ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നത്. പക്ഷെ സത്യത്തിൽ എനിക്കൊന്നും പറയാൻ കിട്ടുകയില്ല. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും വരുമ്പോൾ എന്താ പറയണ്ടേ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. തത്തത്താ. പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ സമയങ്ങളിലൊന്നും ഞാൻ പറയുകയും ചെയ്തു. ഇപ്പം വന്നപ്പോഴും ഞാൻ പറഞ്ഞു സാന്ദ്ര എന്തൊരു ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായി സാന്ദ്രയുടെ ഉത്തരവുണ്ട്. അത് ഉള്ളിൽ നിന്ന് വരുന്നതാ. മനസ്സിലായി. ഇപ്പൊ ഒരു സ്റ്റേജിൽ പോയി നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ അറിയില്ല. അപ്പൊ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഓണസ്റ്റ് ആയിട്ടാണ് റിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതറിയാതെ വന്നു പോകുന്നതാണ് ഓരോന്നും. അതല്ലാതെ ഒരു സ്ഥലത്ത് പോയി നിന്ന് പ്രസംഗിക്കാൻ പറയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാ, പറയാ. അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അതെ എന്നോട് ഇത്രയും നേരം ഞങ്ങൾ ഇടയ്ക്ക് ക്യാമറ നോക്കൂ എന്ന് പറഞ്ഞെങ്കിൽ സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു. ഇപ്പം സാന്ദ്ര പറഞ്ഞ പോലെ തന്നെ എന്താ പറയുന്നത്, സാന്ദ്രയുടെ നാവിലും ഉള്ളിലും ഒക്കെ സരസ്വതി ഉള്ളത് കൊണ്ടാണ് ഈ കലയെ ഇപ്പോഴും നിങ്ങൾക്ക് ഉപാസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ പറ്റുന്നത്. സാന്ദ്ര